ഇവിടുന്നാണ് കൊക്കട്ടിട്ട് പറ്റുന്നത്. ഓ ചതുരപ്പയര അതിലൊരു പയര് പറിക്കാൻ വേണ്ടി വാവാക്കെ ഇതിന്റെ എത്തണ്ടേ. അത് തച്ചിട്ടാലൊന്നും ആവൂല. അതിലൊരു കൊക്ക കെട്ടണേനുവാ. അതിനൊരു കൊള്ളി കെട്ട്. ഇങ്ങനെ ഞാൻ പറിക്കലുണ്ടപ്പ ഇങ്ങനെ എന്ത് ഒരിക്കല് കിട്ടുന്നില്ല. അയ്യോ അയ്യോ ഇതെല്ലാം മൂത്തിന് കേട്ടാ. അതെല്ലാം വിത്തിനേ പറ്റൂലോ. വിത്തിനേ പറ്റൂലോ. സീമക്കൊന്നിട്ട് കൊടുക്കണം. എന്നിട്ട് പന്തലായിട്ട് അതിന് ചാണകവും വെള്ളം നല്ലോണം ഒഴിക്കണം. നിറച്ചും വന്ന് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതിപ്പോ ഈ സീമക്കൊന്നതിന്റെ മേലെ കയറി ചെന്നുണ്ടാ അതിനകത്ത് ഇങ്ങനെ തവള തടം കെട്ടിട്ടാണ് അതിനകത്ത് വളർത്തുന്നില്ല. 2 ദിവസം നമ്മൾ ചാണകം കലക്കി വെച്ചാൽ എത്ര മൂട്ടുണ്ടാവും. ഇങ്ങനെ കായ് വരുന്നുണ്ടാവും. പക്ഷെ അത്ര തീരെ കായ് ഉണ്ടാവും. ഇതിങ്ങനെ വെറുതെ കാട്ടിക്കൊണ്ട് നട്ടിട്ട് ഇങ്ങനെ കാട്ടിന്റെ മേലെ പോയിട്ട് നാലുണ്ടായിരുന്നു. അതങ്ങനെ പറന്നു പോയി. ഇതിന്റെ വിത്തെടുത്ത് നോക്കണേ. അതിന്റെ മേലെല്ലാം ഉണ്ട്. അതിന്റെ മേലെ ഒരുപാട് വിത്തതാണ്. ആ വിത്തെല്ലാം പറിക്കറാ. വിത്ത് പറിക്കാൻ വിത്ത് ഉണങ്ങണോ? ഈ കൊക്കേനെ കൊണ്ട് അതാ ഉണങ്ങിയതെല്ലാം ഉണ്ട് അതിന്റെ മേല. ഇപ്പൊ ഈ കൊക്ക കൊണ്ടാവൂല. ഓ ഒരുപാടുണ്ട് അതിന്റെ മേലെ. വാടുണ്ടല്ലോ. വേനൽക്കാലം പറിച്ച് വിത്തെടുത്ത് വെക്കുക. ഒരു മഴക്കാലം വരുമ്പോ നാളെ എന്നിട്ട് ഇങ്ങനെ പന്തലിട്ട് കൊടുക്കണം. ഇതിന്റെ മേലെ അങ്ങായി. പിന്നെ ഒരു 3-4 കുടുംബത്തിന് ഒരു ഇഷ്ടംപോലെ വെള്ളം ഒഴിച്ചാൽ കിട്ടും. ഇപ്പൊ ഇങ്ങനെ ആയോണ്ടൊന്നും പറിക്കാനൊന്നും കിട്ടിയില്ല. അതിന്റെ മുകളിലാണ്. ഞാൻ കൊറേ നേരമായി ആ കൊക്കയോണ്ട് വട്ടം വരുന്നത്. കിട്ടണ്ടേ? കിട്ടീനെങ്കിലേ പറിക്കാൻ കഴിയും. കാണിക്കാനൊന്നുണ്ട്. ഇതാണ്ടാ അത് നോക്കട്ടല്ലേ. ഇതുണ്ടല്ലോ ഇങ്ങനെ തന്നെ മുറിച്ചിടും. ഇങ്ങനെ 4 കീറാക്കിയിട്ട് മുറിച്ചിടും. വറവിന് അരിയും പറങ്കിയും വെളുത്തുള്ളിയും കൂടിയിട്ട് വറുത്തിട്ടിട്ട് തിന്നണം. അതെല്ലേ. ഇതിപ്പോ ഒരു ലേശം തേങ്ങ ഉണ്ടെങ്കിൽ ഒരു വറവായി. ഇത് ചള്ളാന്ന്. ഒരു 2-3 എണ്ണം വേണം. എന്നാലും ഒരു 3-5 ചാക്ക് മതി. ഇത് മൂത്തിന് കേട്ടാ. ഇതാ ഇങ്ങനെയാന്ന് കേട്ടാ. പിന്നെ നാര് കളഞ്ഞിട്ട് ഉണ്ടാ കുരു കണ്ട ഇങ്ങനത്തെ തോരക്കുരു പോലത്തെ തോരേന്റെ മോഡലല്ലേ. ആ മോഡലാണ്. 4 കീറാക്കിയിട്ടാണ് ഇങ്ങനെ. അതിന്റെ കുരു കണ്ട. അതിനെ മൂത്ത് പോയിനും കണ്ടല്ല. ഈ നാര് കളയണം. ഇത് വെക്കേണ്ട ഭാഗമാണ്. ഞാനിങ്ങനെ ഇങ്ങനെ ചെത്തിയിടും. പണ്ടുണ്ടേനും എൻ്റെ അടുക്ക അത്രയുണ്ടേനും പറഞ്ഞാൽ എനിക്ക് ഇതേ വെച്ചെടുത്താൽ ഇങ്ങനെ ഒരു നാരുണ്ടല്ലേ. നല്ലോണം പറങ്കിയും മുറിച്ചിടും. അരിയും വെളുത്തുള്ളിയും വറുത്തിട്ടിട്ട് തിന്ന് ആ കറുവ മുറ തിന്നാൻ്റെ ഒരു രസവും. ആദ്യം വേവിച്ച് വെക്കും. വേവിച്ച് വെച്ചിട്ട് പയ്യെ വറുത്തിടണം. എന്നാൽ അരി ഒന്നും വരില്ല. അല്ലെങ്കിൽ അരി വെറും എന്തോ പോലെ ആവൂലേ. ആ ഇത് കണ്ട 2 കൂടി കെട്ടിട്ടേ ഞാൻ കൊണ്ടുപോയി അറ്റ വിട്ടു. നല്ല തോരക്കുരു തന്നെ ഈ പാകത്തിന് വറക്കാം. ഞാൻ പോയി. പക്ഷെ വരുന്നു എനിക്ക് പറഞ്ഞു വർത്താനം പറഞ്ഞിട്ട് നീ പറിക്കാൻ കിട്ടുമോ? പറിച്ചിട്ട് ഒന്നും കൂടെ പറിച്ചിട്ട് വറക്കാം. 3-4 കുറേ ഉണ്ടല്ലോ. പറിച്ചിട്ടേ ഉണ്ടായിട്ടില്ലേ. തൊപ്പനുണ്ടെങ്കിൽ ചോദിക്കേ. തൊപ്പനായിട്ട് ഇവരാണ് തരാം.